ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓഡ് ഓർ ഈവൻ പ്രോഗ്രാം എങ്ങനെ ചെയ്യാം എന്നതാണ്. അതായത് ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ എന്ന് പ്രിൻ്റ് ചെയ്ത് വരണം. ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. A/B എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഡിവിഷനാണ്. ഉദാഹരണത്തിന് 12/4 എന്ന് പറഞ്ഞാൽ ആൻസർ 3 ആണ്. മറ്റൊരു തരം ഡിവിഷൻ ഉണ്ട്, അതിനെയാണ് മൊഡ്യൂളോ ഡിവിഷൻ എന്ന് പറയുന്നത്. A mod B നമ്മൾ പെർസെൻറ്റേജ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. A mod B എന്ന് പറഞ്ഞാൽ എയിനെ ബി വെച്ച് ഡിവൈഡ് ചെയ്ത ശേഷം കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് അതാണ് ഉത്തരം. ഉദാഹരണത്തിന് 13 mod 6 എന്ന് പറഞ്ഞാൽ 13 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിമൈൻഡർ കിട്ടുക? 1 ആണ്. അപ്പോൾ 13 mod 6ൻ്റെ ആൻസർ എത്രയാണ്? 1 ആണ്. 12 mod 7 അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. എത്രയാണ് റിമൈൻഡർ വന്നത്? 5 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 5 ആണ്. ഇനി നമ്മൾ പ്രോഗ്രാമിലേക്ക് കടന്നാൽ എന്താണ് ഒരു ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ? ഒരു നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിലാണ് അതിനെ ഈവൻ നമ്പർ എന്ന് പറയുക. അതായത് ഒരു നമ്പർ മോഡ് 2 ചെയ്യുമ്പോൾ ആൻസർ എത്രയായിരിക്കും വരുന്നത്? 0. കാരണം ഉദാഹരണത്തിന് 14 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ് വരിക? 0 ആണ് വരിക. അതുകൊണ്ടാണ് 14 ഈവൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഒരു നമ്പർ മോഡ് 2 ചെയ്യുമ്പോൾ ആൻസർ 0 അല്ലെങ്കിലോ അത് ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ആദ്യം തന്നെ ഒരു നമ്പറിനെ ഇൻപുട്ടായിട്ട് എടുക്കണം. A = ഇൻറ്റിജർ ആയിരിക്കണമല്ലോ. ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ. ഇനി എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? A mod 2 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇഫ് A mod 2 = 0 പ്രിൻ്റ് ഈവൻ. എൽസ് കണ്ടീഷൻ തെറ്റാണെങ്കിൽ പ്രിൻ്റ് ഓഡ്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ 14 ഈവൻ എന്നാണ് വന്നത്. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ 23 ഓഡ് എന്നാണ് വന്നത്. ഇനി 23 എൻ്റർ ചെയ്യുമ്പോൾ 23 ഈസ് ഓഡ് എന്നാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരേണ്ടതെങ്കിലോ? അപ്പോൾ ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. എ എന്ന വേരിയബിളിലാണല്ലോ നമ്മുടെ നമ്പർ ഇരിക്കുക. അപ്പോൾ A, കോഡ്സിനകത്ത് ഈസ് ഓഡ്. അതുപോലെ തന്നെ A, കോഡ്സിനകത്ത് ഈസ് ഈവൻ. അപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ 46 ഈസ് ഈവൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് പ്രോഗ്രാം സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ റെക്കമെൻഡ് ചെയ്യണേ.